യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് കുഞ്ഞുങ്ങളെ പോലെ ആകുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ പോലെ ആകണം. കുഞ്ഞുങ്ങളുടെ മനോഭാവം ആശ്രയമാണ്. ആശ്രയിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക്, അതും ഒരു മനുഷ്യനെ അല്ല ആശ്രയിക്കേണ്ടത്, നമ്മളെ സൃഷ്ടിക്കുകയും നമ്മളെ പരിപാലിക്കുകയും നമ്മളെ രക്ഷിക്കുകയും ചെയ്യുന്ന ദൈവത്തെ ആശ്രയിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ വിശ്വാസം പ്രകടമാക്കാം? അങ്ങനെയുള്ള വിശ്വാസിക്ക് മാത്രമേ ഇതിലെ രഹസ്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ഞാനല്ലാതെ കുത്തിയിരുന്ന് ഇത് നേരം വെളുത്ത് വൈകുന്നേരം വരെ 10 കൊല്ലം പഠിച്ചാലും ഒന്നും മനസ്സിലാകത്തില്ല. കാരണം ഇത് ദൈവത്തിന്റെ വചനമാണ്, ഇത് ദൈവിക രഹസ്യങ്ങളാണ്. ഇത് എന്റെ സാത്താന്റെ ലോകത്തിൽ പിറന്ന എന്റെ ബുദ്ധിക്ക് ഇത് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് സാത്താൻ എന്താ ചെയ്യുന്നത്? എവിടെയാണ് നമ്മുടെ യുദ്ധം? 2 കോരിന്തോസ് 4-ാം അധ്യായം 3-4 വരെ. 2 കോരിന്തോസ് 4-ാം അധ്യായം 3-4 വരെ. ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. ആദ്യം മനസ്സിലാക്കേണ്ടത്, ദൈവത്തിന്റെ വചനം പറയുന്നു, ഞങ്ങളുടെ ഈ സുവിശേഷം ആർക്കെങ്കിലും നിഗൂഢമായിരിക്കുന്നെങ്കിൽ, അത് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ മനസ്സിലാകാതിരിക്കാനുള്ള അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, അത് നിങ്ങൾ നാശത്തിലേക്ക് പോകുന്നതിന് ലക്ഷണമാണ്. നാശത്തിലേക്ക് പോകുന്നവർക്ക് ദൈവത്തിന്റെ വചനം മനസ്സിലാകത്തില്ല. എന്താണ് കാര്യം? അടുത്ത വചനം, അതിന്റെ കാരണം എന്താ? 4-ാമത്തെ വചനം, ഈ ലോകത്തിന്റെ ദേവനായ പിശാച് അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ മഹത്വമേറിയ പ്രകാശം അവർക്ക് ലഭിക്കുന്നില്ല. പിശാച് അവരെ അന്ധമാക്കിയിരിക്കുക. അവരുടെ മനസ്സില്, അവരുടെ ബുദ്ധിയില് ഒരു മൂട് പടവിട്ടിരിക്കുക. ഇത് വായിക്കുന്നു, ഇത് പഠിക്കുന്നു, ഇത് അളക്കുന്നു, ഇത് വെട്ടുന്നു, മുറിക്കുന്നു. എവിടെ മനസ്സിലാകത്തില്ല. കാരണം ദൈവത്തിന്റെ വചനം ദൈവമാണ്. ദൈവത്തിന്റെ വചനം ദൈവമാണ്. ദൈവം ആത്മാവാണ്. ഇത് എന്റെ ആത്മാവിന് മാത്രമേ ഇത് സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. എന്റെ ആത്മാവ് മരിച്ചു കിടന്നാൽ എന്റെ ആത്മാവിനെ എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ജനിക്കണം. ഹല്ലേലൂയ. അപ്പം വീണ്ടും ജനിച്ച് യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായി തീർന്നുകൊണ്ട് യേശുവിന്റെ യഥാർത്ഥമായ സഭയിലായി കഴിയുമ്പോൾ ഞാനും നിങ്ങളും ഒരു പടയാളിയാണ്, ക്രിസ്തുവിന്റെ പടയാളിയാണ്. നമുക്കൊരു യുദ്ധമുണ്ടെന്നാണ് എഫേസോസിന്റെ 6-ാം അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കണ്ടത്. നമുക്കൊരു യുദ്ധമുണ്ട്. ആ യുദ്ധം നമ്മൾ യുദ്ധം ചെയ്യുന്നത് ഒരു മനുഷ്യരോടുമല്ല. നമ്മളോട് ദൈവം കൽപ്പിക്കുന്നത് എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാനാണ്. ഒരു മനുഷ്യനെ ദൈവം മാറ്റി നിർത്തുന്നില്ല. നമ്മൾ പാപികളായിരിക്കെ ദൈവം നമ്മളെ സ്നേഹിച്ചു. എങ്ങനെ സ്നേഹിച്ചു? തന്റെ ഏകജാതനെ പോലും നൽകുവാൻ തക്ക വിധം ദൈവം നമ്മളെ സ്നേഹിച്ചു. അല്ലാതെ നമ്മുടെ ആരുടെയും മേന്മ കൊണ്ടോ നമുക്ക് ആർക്കും അതിനുള്ള യോഗ്യത ഉള്ളതുകൊണ്ടോ അല്ല. നമ്മൾ അയോഗ്യരാണ്. നമുക്ക് ഈ സ്നേഹത്തിന് യാതൊരു യോഗ്യതയില്ല. പക്ഷെ ദൈവത്തിന്റെ സ്നേഹം നമ്മൾ ആയിരിക്കുന്നത് പോലെ സ്വീകരിച്ചു. അങ്ങനെ രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയില് അതുപോലൊരു സ്നേഹം കൊണ്ട് കർത്താവ് വെക്കുന്നത് കൊണ്ടാണ് ആ വ്യക്തികൾ എന്തും നഷ്ടപ്പെടുത്തി മനുഷ്യൻ അവരെ കുറിച്ച് എന്തെല്ലാം വിമർശിച്ചാലും എന്തെല്ലാം കുറ്റപ്പെടുത്തിയാലും അവരുടെ സൽപ്പേര് എങ്ങനെയെല്ലാം ദുഷിച്ചാലും വീണ്ടും വീണ്ടും അവരെ സ്നേഹിക്കാൻ സാധിക്കുന്നതിനല്ല കാര്യം, അവരില് ദൈവത്തിന്റെ സ്നേഹം ഉള്ളതുകൊണ്ട്. യുദ്ധം ചെയ്യുന്നത് മനുഷ്യരോടല്ല, യുദ്ധം ചെയ്യുന്നത് അവരിൽ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തിയോട്. അവരിലുള്ള ആ പിശാചിന്റെ ആ അരൂപിയുടെ ജോലി എന്നതാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ മഹത്വമേറിയ പ്രകാശം ലഭിക്കാതിരിക്കുക. അങ്ങനെയുള്ള ഒരു അന്ധകാരത്തിലേക്ക് പ്രകാശത്തിലേക്ക് വന്നവനെ ദൈവം അയക്കുന്നത് എന്താ അറിയാമോ? അവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ശക്തി വച്ചിരിക്കുക. അതുകൊണ്ട് അവൻ പ്രഘോഷിക്കുമ്പോൾ ഈ അന്ധകാരത്തെ വെട്ടിമറിച്ച് തകർത്ത് കടക്കാൻ സാധിക്കും ഉള്ളോട്ട്. ജെറീക്കോ പട്ടണം പാപത്തെ സൂചിപ്പിക്കുന്നതാണ്. ജെറീക്കോ പട്ടണം, ജെറീക്കോ എന്ന് പറയുന്നത് പാപത്തിന്റെ ഒരു പട്ടണമാണ്. അതിനെ ചുറ്റി നിന്നിരുന്ന വലിയ മതില് ഒരു മനുഷ്യനും തകർക്കാൻ സാധിക്കത്തില്ല. ഞാനും നിങ്ങളും ആ മതില് കണ്ടിട്ടില്ല. എങ്കിലും ആ മതില് തീർച്ചയായിട്ടും ഇന്നൊരു ബോംബിട്ട ഒരു പക്ഷേ പോവുമായിരിക്കും. അന്നത്തെ കാലത്തെ ആയുധങ്ങളൊന്നും ഉപയോഗിച്ചാൽ ആ മതില് താഴെ പോകത്തില്ല. പക്ഷെ ആ മതില് താഴെ പോയി. കാരണം ദൈവത്തിന്റെ ശക്തി നിറഞ്ഞ കുറെ മനുഷ്യര് അതിന്റെ ചുറ്റും നടന്ന് ദൈവത്തെ സ്തുതിച്ചപ്പം അവര് കുന്തം കൊണ്ട് കുത്തിയില്ല, അവരതിനെ ഇടിച്ചു നോക്കിയില്ല. അവര് ദൈവത്തിന്റെ ശക്തി നിറഞ്ഞ് അതിന് ചുറ്റും സ്തുതിച്ചതേ ഉള്ളൂ. ഇന്ന് ഈ ലോകത്തിലുള്ള മനുഷ്യർക്ക് യേശുക്രിസ്തുവിന്റെ പ്രകാശം കിടക്കാൻ സാധിക്കാത്ത വിധത്തിൽ അന്ധകാരമാകുന്ന ഒരു വലിയ ആത്മീയ മതില് അവരെ ചുറ്റി നിൽക്കുമ്പോൾ
ആ മതിലിനെ തകർക്കാൻ കഴിവുള്ള ദൈവത്തിന്റെ വചനമാണ് ഒരു ക്രിസ്ത്യാനിയുടെ കയ്യിലുള്ളത്. ഹല്ലേലൂയ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു, ദൈവത്തിന്റെ വചനം കൂടം പോലെയാണ്. കൂടം എന്തിനാ ഉപയോഗിക്കുക? വലിയ കല്ലടിച്ച് തകർക്കാൻ. ദൈവത്തിന്റെ വചനം അഗ്നി പോലെയാണ്. അഗ്നി എന്ത് ചെയ്യും? നശിപ്പിക്കും. ദൈവത്തിന്റെ വചനം അതിന്റെ ശക്തിയില് കൂടം പോലെ ഉപയോഗിക്കാൻ, അഗ്നി പോലെ ഉപയോഗിക്കാൻ എല്ലാവർക്കും സാധിക്കത്തില്ല. ബുദ്ധി കൊണ്ട് പഠിച്ചവന് സാധിക്കത്തില്ല. കാരണം സഖറിയായുടെ പുസ്തകത്തില് 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, എന്റെ കടബലത്താലെ അല്ല, ദൈവത്തിന്റെ ആത്മാവിലാണത്രേ. എന്റെ പഠനമോ എന്റെ കഴിവുകളോ എന്റെ വിദ്യാഭ്യാസമോ എന്റെ എക്സ്പീരിയൻസോ എന്റെ എന്തും എന്റെ സ്വാധീനമോ എന്റെ ധനാസക്തിയോ ഒന്നും നേടാൻ പോകുന്നില്ല ആരെയും. കാരണം നമ്മൾ പോരാടുന്നത് ദൈവം കഴിഞ്ഞാൽ അടുത്ത ശക്തിയായ സാത്താനോടാ. അതിനോട് പോരാടാനുള്ള ശക്തി യഥാർത്ഥ സഭയിലുള്ളവൻ ദൈവം കൊടുത്തിട്ടുണ്ട്. അവന്റെ ഉള്ളിൽ വസിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാണ്. അങ്ങനെ യുദ്ധം ചെയ്യാൻ പോകുമ്പം ആണ് നമ്മൾ ഒരുപാട് ആയുധങ്ങളെ കുറിച്ച് കേട്ടത്. അതേക്കുറിച്ച് കേട്ടുകൊണ്ടിരുന്നപ്പോൾ കഴിഞ്ഞ ആഴ്ച കേട്ടതാണ് യേശുവിന്റെ തിരുരക്തം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളിപ്പം 3 എണ്ണം കേട്ട് കഴിഞ്ഞു. യേശുവിന്റെ തിരുരക്തം ഹെബ്രായർ 9:22 പറയുന്നു. ഹെബ്രായർ 9:22 പറയുന്നു, രക്തം ചിന്താതെ പാപമോചനമില്ല. ഹെബ്രായർ 9:22 പറയുന്നു, രക്തം ചിന്താതെ പാപമോചനം ഇല്ല. എന്തുകൊണ്ടാണ് അത് പറയാൻ കാര്യം? പഴയ നിയമത്തില് ലേവ്യരുടെ പുസ്തകത്തില് 17-ാം അധ്യായം ലേവ്യർ 17:11 വചനം ഒന്ന് വായിക്കാം. എന്തെന്നാൽ ശരീരത്തിന്റെ ജീവൻ രക്തത്തിലാണിരിക്കുന്നത്, അത് ബലിപീഠത്തിന്മേൽ ജീവന് വേണ്ടി പാപപരിഹാരം ചെയ്യാൻ ഞാൻ നൽകിയിരിക്കുന്നു. അതിൽ ജീവനുള്ളത് കൊണ്ട് രക്തമാണ് പാപപരിഹാരം ചെയ്യുന്നത്. രക്തത്തിൽ ജീവനുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മുടെ ശരീരത്തിലൂടെ നമ്മളുടെ ഞരമ്പുകളിലൂടെ ഒഴുകുന്ന നമ്മുടെ രക്തത്തിന് ജീവനുണ്ട്. ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ഇന്ന് മെഡിക്കൽ സയൻസ് ഒക്കെ പഠിച്ചവർക്കറിയാം, നമ്മളുടെ ഒരു ഞരമ്പ് ഒന്ന് വെട്ടിമുറിച്ച് ആ രക്തം മുഴുവൻ പുറത്തേക്ക് പോകാൻ അനുവദിച്ചാൽ നമ്മൾ ആരും ജീവിച്ചിരിക്കാൻ പോകുന്നില്ല. രക്തം പോയി കഴിയുമ്പോൾ ജീവൻ നിലച്ചു. അപ്പോൾ പാപത്തിന്റെ ശമ്പളം മരണമാണ് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഈ പാപത്തിന് പരിഹാരം രക്തം ചിന്തണമെന്ന് ഉൽപ്പത്തി പുസ്തകത്തില് 3-ാം അധ്യായത്തില് 21-ാം വാക്യത്തില് ഒരു കുഞ്ഞാടിനെ ബലി കഴിച്ചുകൊണ്ട് യേശു അതിന്റെ രക്തം പുരണ്ട തൊലി കൊണ്ട് ആദ്യ മാതാപിതാക്കന്മാരെ ഉടുപ്പിച്ചപ്പോൾ ദൈവം അവിടെ പറയുകയായിരുന്നു, രക്തം ചിന്തി രക്തം കൊണ്ടുള്ള ഒരു 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 ഉടുപ്പ് നീ ധരിച്ചെങ്കിലേ എന്റെ സന്നിധിയിൽ നിൽക്കാൻ സാധിക്കത്തുള്ളൂ. അതിനുശേഷം നിങ്ങൾ പഴയ നിയമം മുഴുവൻ വായിച്ചു നോക്കുക, എന്നിട്ട് എണ്ണിക്കൊണ്ടിരിക്കുക. 360 പ്രാവശ്യം രക്തത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ദൈവത്തിന്റെ വചനം പഴയ നിയമത്തിൽ മാത്രം പറയുന്നുണ്ട്. 360 പ്രാവശ്യം. യേശു ക്രിസ്തു വന്നപ്പം പഴയ നിയമത്തിലുണ്ടായിരുന്ന ഈ നിഴലെല്ലാം ഒരു യാഥാർത്ഥ്യമായി മാറി. കാരണം ദൈവത്തിന്റെ യഥാർത്ഥമായ കുഞ്ഞാടായ യേശു ക്രിസ്തു കാൽവരി മലയില് നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ ചിന്തി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹെബ്രായർ 9:22 പറയുന്നത്, രക്തം ചിന്താതെ പാപമോചനമില്ല. അപ്പം രക്തം നമുക്ക് ആദ്യം നേടിത്തരുന്നത് പാപമോചനം. രക്തത്താൽ തളിക്കപ്പെട്ട ഒരു വ്യക്തി എങ്ങനെയാണ് യേശുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുന്നത്? യേശു ക്രിസ്തു 2000 വർഷം മുമ്പ് കാൽവരി മലയിൽ നടത്തിയ ആ ബലിയിൽ വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിനെ മാത്രം തന്റെ നാഥനും കർത്താവും ദൈവവുമായിട്ട് സ്വീകരിച്ച് യേശു അല്ലാതെ വേറൊരു നാമവും വിളിക്കാതെ യേശു ക്രിസ്തുവിനെ മാത്രം പ്രഘോഷിച്ച് യേശുവിന് വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ ആ രക്ഷയിലേക്ക് വരുന്നു. യേശുവിന്റെ രക്തത്താൽ നമ്മൾ തെളിക്കപ്പെടുന്നു. ഇതൊരു ആത്മീയ സത്യമാണ്. കണ്ണുകൊണ്ട് കാണാൻ സാധിക്കത്തില്ലെങ്കിലും ദൈവത്തിനും സാത്താനും എന്നെ നിങ്ങൾ നോക്കുമ്പോൾ ഒരു സംഗതി കാണാൻ സാധിക്കും. നമ്മളൊരു വസ്ത്രം എടുത്തിട്ടുണ്ട്. ആ വസ്ത്രം രക്തം കൊണ്ടുള്ള വസ്ത്രമാണ്. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം നമ്മളെ കവർ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലേക്ക് കയറി ചെല്ലാൻ തൻ്റെ അടുത്തോടു കൂടി ധൈര്യത്തോട് കയറി ചെല്ലാം. കാരണം പിതാവ് നമ്മളെ സ്വീകരിച്ചിരിക്കും. അവൻ കാണുമ്പോൾ, ദൈവം കാണുമ്പോൾ നമ്മളെ കാണുന്നത് യേശുവിന്റെ രക്തമാണ്. ഹല്ലേലൂയ. പിശാച് കാണുമ്പം ഓടും. കാരണം യേശുവിന്റെ രക്തം നമ്മളിൽ കാണുമ്പം അവൻ ഓടിക്കളയും. അതുകൊണ്ടാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് ഒരു തിന്മയെ ഏക്കത്തില്ല. കാരണം അവൻ ഉടുത്തിരിക്കുന്ന വസ്ത്രം നരകം ഭയപ്പെടുന്ന വസ്ത്രമാണ്. ഹല്ലേലൂയ. അതാണ് യേശുവിന്റെ രക്തം നമുക്ക് നേടിത്തരുന്നത്.